الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി ഭക്തിയുള്ളവരായി, തഖ്വയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ എല്ലാവരും കാണുന്ന രീതിയിൽ ഹാജരാക്കി വിചാരണ ചെയ്യുന്ന രംഗം ഒരൽപ്പം സുദീർഘമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മനുഷ്യനെ ബാക്കിയുള്ള മനുഷ്യരെല്ലാവരും കാണും. ആ സമയത്ത് അല്ലാഹു അയാളുടെ മുമ്പിൽ ചില രേഖകൾ അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഹദീസിലെ പ്രയോഗം ഫയൻഷുറു അലൈഹി 99 സിജില്ല, 99 രേഖകൾ ആ മനുഷ്യന് അല്ലാഹു കാണിച്ചു കൊടുക്കും. അതിലെ ഓരോ രേഖകളും അയാൾക്ക് നോക്കിയാൽ കാണാവുന്ന വലിയ രേഖകളാണ്, കണ്ണെത്താവുന്ന അത്രയും ദൂരമുള്ള രേഖകളാണ് ഓരോ രേഖകളും. കുല്ലു സിജില്ലിൻ മദ്ദുൽ ബസർ എന്നാണ് ഹദീസിലെ പ്രയോഗം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, അതുൻകിറു ഷൈഅൻ മിൻ ഹാദാ, ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്നിനെ നീ നിഷേധിക്കുന്നുണ്ടോ? ഈ രേഖകൾ അയാളുടെ കർമ്മങ്ങളാണ്, അയാളുടെ തിന്മകളാണ്, അയാളുടെ പാപങ്ങളാണ്. അപ്പം അല്ലാഹുവിൻ്റെ ചോദ്യം, ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ? അളമക കതബനി അൽ ഹാഫിളൂൻ, കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ നിശ്ചയിച്ച മലക്കുകൾ, ആ മലക്കുകൾ നിന്നോട് അക്രമം കാണിച്ചു, അഥവാ നീ ചെയ്യാത്തത് എഴുതി, നീ പറയാത്തത് എഴുതി എന്ന് നിനക്ക് വാദമുണ്ടോ എന്ന് അല്ലാഹു അയാളോട് ചോദിക്കും. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബ്, അല്ലാഹുവേ ഇല്ല, എനിക്കങ്ങനെ ഒരു വാദമില്ല, ഞാൻ നിഷേധിക്കുന്നില്ല.
ഈ രേഖകളിലുള്ള തിന്മകളെല്ലാം ഞാൻ പ്രവർത്തിച്ചത് തന്നെയാണ്. അപ്പം അള്ളാഹുവിൻ്റെ ചോദ്യം, അഫലക ഉദുറൻ ഔ ഹസന, നീ ഈ തിന്മകൾ പ്രവർത്തിക്കാൻ വല്ല കാരണവുമുണ്ടോ? നിനക്കതിന് കാരണം ബോധിപ്പിക്കാനുണ്ടോ? അതല്ലെങ്കിൽ നിനക്ക് വല്ല നന്മകളുമുണ്ടോ? നീ വല്ല നന്മകളും ചെയ്തിട്ടുണ്ടോ? ഈ തിന്മകൾക്ക് പകരമായി നീ വല്ല നന്മകളും ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, ലാ യാ റബ്ബ്, അല്ലാഹുവേ എനിക്ക് കാരണങ്ങളൊന്നും പറയാനില്ല. ഈ തിന്മകൾക്ക് പകരമായി അടയാളപ്പെടുത്താവുന്ന നന്മകളും എൻ്റെ ജീവിതത്തിലില്ല എന്ന് ആ മനുഷ്യൻ അള്ളാഹുവിനോട് ആവലാതി പറയുമെന്നാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയുന്ന വാചകം, ബല, അങ്ങനെയല്ല കാര്യം. നീ പറഞ്ഞല്ലോ നിന്റെ അടുക്കൽ നന്മകളൊന്നുമില്ല എന്ന് നീ പറഞ്ഞല്ലോ. ബല, അങ്ങനെയല്ല കാര്യം. ഇന്നലക ഇൻദന ഹസന, എൻ്റെ അടുക്കൽ നിനക്കൊരു നന്മയുണ്ട്. നീ ചെയ്ത ഒരു നന്മ എൻ്റെ അടുക്കൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വ ഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം, തീർച്ചയായും ഇന്നത്തെ ദിവസം ഞാൻ ഒരാളോടും അന്യായം കാണിക്കുകയില്ല, ഞാൻ ഒരാളോടും ദുൽമ പ്രവർത്തിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുഖ്രിജു ലഹു ബിതാഖതൻ, അല്ലാഹു ഒരു ബിതാഖ പുറത്തെടുക്കുമെന്നാണ്. ബിതാഖ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രവാസികളായ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മളവിടെ ഇഖാമ, അതിന് ബിതാഖ എന്ന് പറയും. ചെറിയൊരു കാർഡ് അല്ലാഹു പുറത്തെടുക്കുമെന്നാണ്. നമ്മളൊരു വോട്ടിങ്ങിൻ്റെയൊക്കെ ഒരു ID കാർഡ് പോലെയുള്ളൊരു കാർഡ് അല്ലാഹു പുറത്തെടുക്കും. എന്താണ് ആ കാർഡിലുള്ളത്? ആ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്ത് കലിമയുടെ വാചകം രേഖപ്പെടുത്തിയ ഒരു കാർഡാണ് അല്ലാഹു പുറത്തെടുക്കുന്നത്. എന്നിട്ട് അല്ലാഹു ആ മനുഷ്യരോട് പറയും, നിന്റെ 99 രേഖകളും അതേപോലെ തന്നെ ഈ കാർഡും അത് ഞാൻ തൂക്കാൻ പോവുകയാണ്. അല്ലാഹുവിൻ്റെ വാചകം, ഉഹ്ദുർ വസ്നക, നീ തൂക്കപ്പെടുകയാണ്, കർമ്മങ്ങൾ തൂക്കപ്പെടുകയാണ്. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, യാ റബ്ബ് മഹാദിഹിൽ ബിതാഖത്തു മഹാദിഹി സിജില്ലാത്ത്, എന്ത് കാര്യം? ഈ ഒരു ചെറിയ കാർഡും 99 രേഖകൾ, ആ 99 രേഖകളും അതെൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരം വിശാലമാണ്. ആ രേഖകളെല്ലാം ഒരു തുലാസിലും ഈ ഒരു ബിതാഖയാകുന്ന ഒരു ചെറിയ കാർഡ് ഒരു തുലാസിലും വെച്ചാൽ അതുകൊണ്ടെന്ത് പ്രയോജനം? അതുകൊണ്ടെന്ത് നേട്ടമാണ്? അത് തൂക്കിയത് കൊണ്ട് എനിക്കെന്ത് കാര്യമാണുള്ളത് എന്ന് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുമെന്നാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൂക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ അത് തൂക്കുന്ന സമയത്ത് ആ ബിതാഖക്ക് ഭാരം തൂങ്ങുകയും ആ 99 രേഖകൾ അത് മുകളിൽ നിൽക്കുകയും ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമ വാചകം ഉച്ചരിച്ച ആ നന്മ ചെയ്ത മനുഷ്യൻ്റെ ആ മീസാൻ കനം അത് തൂങ്ങുകയും അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടെ പ്രവാചക തിരുമേനി പറഞ്ഞു, ഫലാ യഫ്ഖുലു മഅ ഇസ്മില്ലാഹി ഷൈഉൻ, അല്ലാഹു എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ വേറെ ഒന്നും ഭാരം തൂങ്ങുകയില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന, നമുക്കേറെ സന്തോഷം നൽകുന്ന ഒരു ഹദീത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ അംഗീകരിച്ച ഒരു മനുഷ്യൻ, അള്ളാഹു ഉണ്ട്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് അംഗീകരിച്ച ഒരു മനുഷ്യൻ, അവൻ്റെ അടുക്കൽ തിന്മകൾ സംഭവിച്ചാലും അവൻ്റെ അടുക്കൽ പാപങ്ങൾ സംഭവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം മാപ്പ് നൽകി അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന അധ്യാപനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച വിഷയം എന്താണ്? ഒരു മനുഷ്യൻ അവൻ പരലോകത്ത് വിജയിക്കണമെങ്കിൽ അവന് വിശ്വാസമുണ്ടാകണമെന്നാണ്. നോക്കൂ നിങ്ങൾ, വിശ്വാസമുള്ള ഒരു മനുഷ്യൻ, അയാൾ പാപിയാണ്, അയാളുടെ ജീവിതത്തിൽ അബദ്ധങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. ആ പാപങ്ങളെ അല്ലാഹു കരിച്ചു കളയുകയാണ്, മാപ്പ് കൊടുക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? അയാൾക്ക് വിശ്വാസമുണ്ട് എന്നതിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കണം. കറകളഞ്ഞ വിശ്വാസത്തിൻ്റെ ഉടമകളായിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ സമീപത്ത് നമ്മൾ നിൽക്കുന്ന കണ്ണൂർ ജില്ലയുടെ തൊട്ടപ്പുറത്തെ പ്രദേശം കർണാടകയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത്. നബി കുടുംബത്തിലെ അംഗമാണ് എന്ന് പറയുന്ന ഒരു തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ട ഉടനെ ആ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ മുസ്ലിങ്ങളായ ആളുകൾ ഖേദത്തോടുകൂടെയാണ് നോക്കിക്കാണുന്നത്. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യൻ മരണപ്പെട്ട സമയം മുതൽ
ആളുകൾ അയാൾക്കില്ലാത്ത പോരിശകൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറുകൾ അത് കെട്ടി ഉയർത്തുന്ന നടപടികൾ ആരംഭിക്കുന്നു. അവിടേക്ക് ആളുകൾ പുണ്യം പ്രതീക്ഷിച്ചു പോകുന്നു. അവിടെ പോയി ആളുകൾ ബറക്കത്തെടുക്കുന്നു. എന്തെല്ലാം കാഴ്ചകളാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ ഖബറിൻ്റെ സമീപത്ത് കണ്ടത്. അവിടെ പണം നിക്ഷേപിക്കാൻ പ്രത്യേകമായ ഒരു ബോക്സ് സ്ഥാപിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ആളുകൾ അവിടെ പണമെറിയുകയാണ്. എന്തിനാണ് ആളുകൾ ഒരു ഖബറിൻ്റെ സമീപത്ത് പണമെറിയുന്നത്? അവിടെ കൊണ്ടുപോയി പണമിടുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ഒരാൾ അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ആ ഖബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇടുമ്പോൾ അയാൾക്കൊരു പ്രതീക്ഷയുണ്ട്, പുണ്യം കിട്ടണമെന്ന പ്രതീക്ഷയുണ്ട്. നോക്കൂ നിങ്ങൾ, ആ പ്രതീക്ഷ എന്താണ്? ആ പ്രതീക്ഷ ഷിർക്കിലേക്ക് എത്തിക്കുന്ന പ്രതീക്ഷയാണ്. നമ്മുടെ വിശ്വാസത്തെ വികലമാക്കുന്ന പ്രതീക്ഷയാണ്. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനാണ് രോഗം ശിഫയാക്കുന്നവൻ. അയാളോട് പറഞ്ഞാൽ എൻ്റെ സങ്കടം തീരുമെന്ന വിശ്വാസമുള്ള മനുഷ്യൻ അയാളെങ്ങനെ പരലോകത്ത് വിജയിക്കുക? അയാളെങ്ങനെ പരലോകത്ത് രക്ഷപ്പെടുക? അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വിപുലീകരിക്കണം, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ഷിർക്കില്ലാത്ത വിശ്വാസത്തിൻ്റെ ആളുകളായി, ഉടമകളായി നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മൾ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ഖബറിൻ്റെ സമീപത്ത് പോയി ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ ഖബറിൻ്റെ സമീപത്ത് പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവാണ് രോഗം വരുത്തുന്നവൻ. ഇന്ന മഹാനെ കൊണ്ടാണ് എനിക്ക് രോഗമുണ്ടായത്, അയാളുടെ കുരുത്തക്കേട് കൊണ്ടാണ് എനിക്ക് പ്രശ്നമുണ്ടായത്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെല്ലാം നമ്മളെ നരകത്തിലേക്കാണ് എത്തിക്കുക എന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരലോകത്ത് വിജയിക്കണോ, വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണോ, എന്തു വേണം? നമ്മുടെ വിശ്വാസം പരിശുദ്ധമാക്കണം, കറകളഞ്ഞ വിശ്വാസമാക്കണം. പ്രവാചകന്മാർ പഠിപ്പിച്ച ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച വിശ്വാസം അതൊന്നാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ കർമ്മങ്ങളിൽ മാറ്റമുണ്ട്, അവരുടെ ഇബാദത്തുകളിൽ മാറ്റമുണ്ട്. പക്ഷേ ആരാധനയുടെ വിഷയത്തിൽ എല്ലാ നബിമാരും പഠിപ്പിച്ചത് ഒന്നാണ്. അതെന്താ? അതാണ് നമ്മുടെ തൗഹീദ്, അതാണ് ശരിയായ വിശ്വാസം. ആ വിശ്വാസത്തെ ശരിപ്പെടുത്തുകയാണ് പരലോകത്ത് വിജയിക്കാനുള്ള ഒന്നാമത്തെ വഴിയെന്ന് നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കുക. പരലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അമലു സ്വാലിഹാത്താണ്, സൽക്കർമ്മങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. അല്ലയോ വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്കുകൾ നിങ്ങൾ പറയുകയും ചെയ്യണം. യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിറു ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, എങ്കിൽ അവൻ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും അതേപോലെ തന്നെ അല്ലാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്ന ആളുകൾ ആരാണോ അവർക്കാകുന്നു മഹത്തായ വിജയം. അപ്പോൾ വിജയം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വാക്കുകൾ നന്നാക്കണം. ഇവിടെ ഖൗലൻ സദീദ എന്നതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന വിശദീകരണം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, വിശ്വാസമാണ്. ആ വിശ്വാസമുള്ള ആളുകളുടെ കർമ്മങ്ങൾ നന്നാകും. മനസ്സിലായോ? നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ശരിയാകും. നമ്മുടെ കർമ്മങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ, അപജയങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ വിശ്വാസത്തിൽ അപജയമുണ്ട് എന്നാണ്, നമ്മുടെ വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? വിശ്വാസികളായ ആളുകൾ, വിശ്വാസികൾ എന്ന് പറയാം, വിശ്വാസമുള്ള ആളുകൾ അവരുടെ കർമ്മങ്ങൾ അവർ ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസഅല സഅയഹ വഹുവ മുഅ്മിനുൻ. വല്ലാത്തൊരു വാചകമാണത്. ആരെങ്കിലും അതിനുവേണ്ടി അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം ശ്രമഫലമായിരിക്കും. മുഅ്മിനായിക്കൊണ്ട് വിശ്വാസിയായി ഒരാൾ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ അവൻ്റെ പരിശ്രമം അത് ഫലം ചെയ്യും, അവന് പ്രതിഫലം ലഭിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ ഫലം അവൻ കാണും, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താലോ അതിൻ്റെയും ഫലം അവൻ കാണും. അപ്പം അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾക്ക് ഫലമുണ്ട്. ആ ഫലം എന്താണ്? സൽക്കർമ്മങ്ങളാണെങ്കിൽ വിജയമാണ്, ദുഷ്കർമ്മങ്ങളാണ് എങ്കിൽ, തോന്നിവാസങ്ങളാണ് എങ്കിൽ, വ്യഭിചരിക്കുന്നവരാണ് എങ്കിൽ, അശ്ലീലതകൾ കാണുന്നവരാണ് എങ്കിൽ, കളവ് നടത്തുന്നവരാണ് എങ്കിൽ, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവരാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുന്നത് നരകമാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിക്കുക. ഇന്നത്തെ പ്രഭാതം മുതൽ ഇന്ന് വൈകുന്നേര സമയം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള സമയത്തിൻ്റെ ഇടയിലെ നമ്മുടെ കർമ്മങ്ങളൊന്ന് പരിശോധിക്കുക. എങ്ങനെയുള്ള കർമ്മങ്ങളാണ്? അമലു സ്വാലിഹാത്താണോ? അള്ളാഹു പറഞ്ഞതുപോലെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാണോ എന്ന് പരിശോധിക്കുക. തിരുത്തേണ്ടതുണ്ട് എങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാകണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിഅ. അള്ളാഹു നന്മകളും തിന്മകളും രേഖപ്പെടുത്തും. അള്ളാഹു നന്മകളും തിന്മകളും രേഖപ്പെടുത്തും. എന്നിട്ട് പറഞ്ഞു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു, നന്മ അയാൾ ചെയ്തിട്ടില്ല, നന്മ ചെയ്യാൻ ഒരാൾ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ കതബ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. നന്മ ചെയ്യാൻ വിചാരിച്ച മനുഷ്യനെ അള്ളാഹു അതൊരു പൂർണ്ണ നന്മയായി രേഖപ്പെടുത്തുന്ന. അയാൾ നന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൂ, അപ്പോഴേക്ക് അള്ളാഹു എന്ത് ചെയ്തു? അതൊരു നന്മയായി രേഖപ്പെടുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ഹമ്മ ബിഅമിലഹാ. ഇനി ഒരാളൊരു നന്മ ചെയ്യാൻ വിചാരിച്ചു, അയാൾ ആ നന്മ പ്രവർത്തിക്കുകയും ചെയ്തു, കതബ അല്ലാഹു ലഹു ഇൻദഹു അശറ ഹസനാത്തിൻ. അള്ളാഹു ഒരു 10 നന്മയായി രേഖപ്പെടുത്തുന്ന. നന്മ ചെയ്യാൻ വിചാരിച്ചു, നന്മ ചെയ്തില്ല, നന്മയായി രേഖപ്പെടുത്തി, ഒരു കൂലി കിട്ടി. നന്മ ചെയ്യാൻ വിചാരിച്ചു, നന്മ ചെയ്താൽ 10 നന്മയായി അള്ളാഹു അതിനെ രേഖപ്പെടുത്തും. ഏതുവരെ? 70 ഇരട്ടി വരെ, അല്ലെങ്കിൽ 700 ഇരട്ടി വരെ നന്മയായി അതിന് അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ച്, അയാളുടെ നിയ്യത്തിനനുസരിച്ച് 10 മുതൽ 700 ഇരട്ടി വരെയുള്ള നന്മയായി അതിനെ രേഖപ്പെടുത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഒരാൾ വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ കതബ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചു, അയാളത് ചെയ്തില്ല. അങ്ങനെയാണെങ്കിലോ, നന്മ ചെയ്യാൻ വിചാരിച്ച ആളുകൾക്ക് നന്മ ചെയ്യുന്നതിൻ്റെ മുൻപേ അള്ളാഹു നന്മയായി രേഖപ്പെടുത്തി. ഇവിടെ ഒരാൾ ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ചു, അയാൾ ആ തിന്മ ചെയ്തില്ല. അങ്ങനെയാണ് എങ്കിൽ കതബ അല്ലാഹു ഇൻദഹു ഹസനതുൻ കാമില. അള്ളാഹു അയാൾക്കൊരു പൂർണ്ണ നന്മയായി അത് രേഖപ്പെടുത്തുന്ന. തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, ചെയ്തില്ല, മാറി നിന്നു, എങ്കിലത് നന്മയാണ്. ഇനി ഒരാളൊരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, ആ തെറ്റവൻ പ്രവർത്തിക്കുകയാണെങ്കിലോ, നന്മ എത്രയാ രേഖപ്പെടുത്തിയത്? 10 മുതൽ 700 ഇരട്ടി വരെയാണ് നന്മ. എന്നാൽ കതബ അല്ലാഹു ലഹു സയ്യിഅതൻ വാഹിദ. ഒരു തിന്മ ചെയ്താൽ അതിനെ ഒരു തിന്മയായി കൊണ്ട് മാത്രമാണ് അള്ളാഹു രേഖപ്പെടുത്തുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ നന്മകൾ ചെയ്താൽ, നമ്മൾ സുഹൃതങ്ങൾ ചെയ്താൽ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ ഹദീത്തുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. അള്ളാഹു ചെയ്യണമെന്ന് പഠിപ്പിച്ച നിർബന്ധമായ കർമ്മങ്ങളുണ്ട്. പരലോകത്ത് ഒരു മനുഷ്യനെ അള്ളാഹു വിചാരണക്കെടുക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? നമസ്കാരത്തെക്കുറിച്ചാണ്. അതൊരു കർമ്മമാണ്, അതൊരു ഇബാദത്താണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച് നാളെ ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ മറുപടി? സഹോദരങ്ങളെ, എന്തായിരിക്കും നമുക്ക് പറയാനുണ്ടാകുന്ന മറുപടി? ഹദീസിൽ കാണാൻ സാധിക്കും, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്തുൽ മക്തൂബ. നിർബന്ധ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു ആദ്യം ചോദിക്കുക കർമ്മങ്ങളുടെ കൂട്ടത്തിൽ. സുബഹി നിസ്കരിച്ചോ? സുബഹി എങ്ങനെ നിസ്കരിക്കേണ്ടത്? ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. പുരുഷന്മാർ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും നമുക്ക്, ഞാൻ ജമാഅത്തായിട്ടാ സുബഹി നിസ്കരിക്കണമെന്ന്? സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കണം, പള്ളിയിൽ വരണം. പുരുഷന്മാർ നിർബന്ധമായും പള്ളിയിൽ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് എന്താ അറിയോ? ഒരാൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു, നിർബന്ധമായ നമസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിച്ചു, കൂലി കിട്ടൂല എന്നാ. എൻ്റെ വാചകല്ല, നബിൻ്റെ വാചകാണ്. എന്തുകൊണ്ട് കിട്ടില്ല? എന്തുകൊണ്ട് പ്രതിഫലം കിട്ടില്ല? അയാൾ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു, കാരണങ്ങളൊന്നുമില്ല. പള്ളിയിൽ വരാൻ അയാൾക്ക് പറ്റുമായിരുന്നു, സാധിക്കുമായിരുന്നു. അയാൾക്കൊരു ഒതുറൊന്നുമില്ല, കാരണമൊന്നുമില്ല. എന്നിട്ട് അയാൾ വീട്ടിൽ നിസ്കരിച്ചാൽ നിസ്കാരത്തിൻ്റെ കൂലി അയാൾക്ക് കിട്ടൂല എന്നാ. അയാൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. സഹോദരങ്ങളെ, പരലോകത്ത് നമ്മുടെ നിസ്കാരം ഉണ്ടാകുമോ? നമ്മുടെ ആരുടെയൊക്കെ നമസ്കാരം ഉണ്ടാകും. അതുകൊണ്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ശീലം നമ്മൾ ഉണ്ടാക്കണം. പറയുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ എന്ത് വേണം? ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളായി മാറണം. എന്തേ പടച്ചോ നമ്മോട് ആവശ്യപ്പെട്ടുള്ളൂ? ഒരു ദിവസത്തിലെ 5 നേരങ്ങൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പള്ളിയിലേക്ക് വരാനേ പറഞ്ഞു. 24 മണിക്കൂർ നമുക്ക് നൽകിയതാരാ? അള്ളയാണ്. കണ്ണ് നൽകിയവൻ, കാത് നൽകിയവൻ, ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് നൽകിയവൻ, ഇതൊക്കെ ആരാ? അള്ളയാണ്, അള്ളാഹുവാണ്. ആ റബ്ബ് നമ്മളോട് പറഞ്ഞെന്താ? ഇതൊക്കെ നൽകിയതിൻ്റെ പകരമായി നിങ്ങൾ ഈ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്യാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മൾ പരാജിതരാകും. അതുകൊണ്ടാണ് വിജയികളുടെ അടയാളങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ വിജയികളുടെ അടയാളമാണെന്ത്? അവർ അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവരാണ്. ആ അമലു സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ
ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം നമസ്കാരമാണ്. ഒരു ഹദീത്ത് കൂടെ കേട്ടോളൂ. നബി പറഞ്ഞു, അല്ലദീ തഫൂതുഹു സലാത്തുൽ അസ്രി കഅന്നമാ ബുതിറ അഹ്ലഹു വമാലഹു എന്ന പ്രവാചകന്റെ അധ്യാപനം. ഇബ്നു മർദാൻ പറയാ, അസർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ തൻ്റെ കുടുംബവും സമ്പത്തും നഷ്ടപ്പെടുത്തുന്നവനെ പോലെയാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും നമ്മുടെ കുടുംബത്തെ വലിച്ചെറിയോ? നമ്മൾ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും നമ്മൾ ഒഴിവാക്കുമോ? അതേപോലെയാണ് ആര്? അസർ നമസ്കാരം ഒഴിവാക്കുന്നവൻ. എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്രമാത്രം പ്രാധാന്യത്തോടു കൂടെയാണ് നമസ്കാരത്തെ കാണേണ്ടത്. മൻ തറക സ്വലാത്തൻ ഹബിത അമലുഹു വലം യുഖ്ബൽ സിയാമഹു. മഹാനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയാണ്. അദ്ദേഹം പറയാണ്, എന്താ അദ്ദേഹത്തിൻ്റെ വാചകം? ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ്റെ അമല് പ്രവർത്തനങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന. നിസ്കാരം ഒഴിവാക്കിയ ബാക്കിയുള്ള കർമ്മങ്ങൾ ഇസ്ലാമിനൊരു തർബീയത്തുണ്ട്, ഇസ്ലാമിനൊരു ക്രമമുണ്ട്. ആ ക്രമം പാലിക്കണം. എന്താ ക്രമം? ആദ്യം വിശ്വാസം ഉണ്ടാകണം, പിന്നെ നിസ്കരിക്കണം, പിന്നെ നോമ്പ് നോക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. അല്ലേ, ഒരാൾ ഹജ്ജ് ചെയ്തു, നിസ്കരിക്കണില്ല, നോമ്പ് നോക്കണില്ല, സക്കാത്ത് കൊടുക്കില്ല, അയാളുടെ ഹജ്ജ് സ്വീകരിക്കോ? ഇല്ല. അയാളുടെ നോമ്പ് സ്വീകരിക്കോ? ഇല്ല. നിസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമസ്കാരമാണ്. നിസ്കരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ ചോദിച്ചാൽ ആർക്കൊക്കെ പറയാൻ പറ്റും? നിങ്ങളാരും ഉത്തരം പറയണ്ട, മനസ്സിൽ പറഞ്ഞു നോക്കി. നമസ്കാരത്തിൻ്റെ അർക്കാനുകൾ എന്താണ്? നമസ്കാരത്തിൻ്റെ വാജിബുകൾ എന്താണ്? നമസ്കാരം ശരിയാകണമെങ്കിലുള്ള, നമസ്കാരം സ്വീകാര്യമാകണമെങ്കിലുള്ള നിബന്ധനകളുണ്ട്. നിസ്കാരം ശരിയാകണമെങ്കിലല്ല, നമസ്കാരം സ്വീകാര്യമാകാനുള്ള നിബന്ധന ഉണ്ട്, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധന ഉണ്ട്. ഇതൊക്കെ ആർക്കും അറിയാം. നമ്മൾ പഠിച്ചതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, വിമർശിക്കുന്നതല്ല. നമ്മുടെ ഈ ചെറിയ ഒരു സമയം, നമ്മുടെ ജീവിതത്തിലെ ചെറിയ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ പരാജിതരാകും, നാളെ പരലോകത്ത് നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് എന്ത് വേണം? അമലു സ്വാലിഹാത്ത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ അത് പഠിച്ച് ആത്മാർത്ഥമായി കൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, എനിക്കുറപ്പുണ്ട് ഈ പള്ളിയിലിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ അവരെല്ലാവരും നമസ്കാരത്തിൻ്റെ ശേഷം ദിക്റുകൾ ചെല്ലുന്ന ആൾക്കാരാണ്. അല്ലേ, അതൊരു അമലാണല്ലോ, അതൊരു സൽക്കർമ്മമാണല്ലോ. നബി പറഞ്ഞു, മൻ സബ്ബഹ അല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 33 വഹമദ അല്ലാഹു 33 വകബ്ബറ അല്ലാഹു 33 ഫതിൽക 99 വഖാല തമാമുൽ മിഅ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാൻ ഈ പറഞ്ഞ ഹദീത്ത് ഇതേപോലെ അല്ലെങ്കിൽ എല്ലാവരും പഠിച്ച ആൾക്കാരാ. നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്ത് പറയും? സുബ്ഹാനല്ലാഹ് പറയും, അൽഹംദുലില്ലാ പറയും, അതേപോലെ തന്നെ അല്ലാഹു അക്ബർ പറയും. അങ്ങനെ 99 തവണയായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ് നമ്മൾ 100 ആക്കും. അല്ലേ, എല്ലാവരും ചെയ്യുന്ന ആൾക്കാരാ. ഇതറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. കേട്ടോളൂ നിങ്ങൾ, പ്രവാചകന്റെ അടുത്ത വാചകം കേട്ടോളൂ. വഫിർതു ഖതായാഉ വഇൻ കാനത് മിത്ല സബദിൽ ബഹർ. കണ്ണൂരിലെ ആർത്തിരമ്പുന്ന കടലിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിന്നാൽ അതിൻ്റെ മുകളിൽ നമ്മൾ നുരകൾ കാണാറുണ്ട്. അല്ലേ, കടലിലെ നുരകൾ. ഹദീസിൻ്റെ പ്രയോഗം അങ്ങനെയാണ്, കടലിലെ നുരകളോളം പാപങ്ങളുണ്ട് എങ്കിലും അവൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്ര വലിയ ഭാഗ്യ സഹോദരങ്ങളെ. നിസ്കാരത്തിൻ്റെ ശേഷം 2 മിനിറ്റ് എടുത്തിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല എന്ന് പറയുന്ന പ്രാർത്ഥന 100 തവണ ചൊല്ലിയാൽ കടലിലെ നുരയോളം പാപങ്ങളുണ്ട് എങ്കിലും ആ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തു വേണം? അമലു സ്വാലിഹാത്തുകളെ കുറിച്ച് പഠിക്കണം. നമ്മുടെ അല്പം വിശാലമായി സംസാരിച്ചാലും പഠിച്ചാലും അതിന് സമയം മാറ്റിവെച്ചാലും നമുക്ക് നഷ്ടം ഉണ്ടാകില്ല. അതുകൊണ്ട് എന്തു വേണം? പരലോകത്ത് വിജയിക്കണോ? വിശ്വാസം ഉണ്ടാകണം, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. ആ സൽക്കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുക, വിശ്വാസം നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സലഫുകളുടെ ചരിത്രം വായിക്കുമ്പോൾ മുൻഗാമികളായ ആളുകൾ അവരെ ഏറെ ഭയപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിലെ ഒരായത്തിൻ്റെ വാചകമാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുക, അമലു സ്വാലിഹാത്തുകൾ സ്വീകരിക്കുക
മുത്തഖീങ്ങളുടേതാണ്, തഖ്വയുള്ള ആളുകളുടേതാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നു, പുരുഷന്മാർ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുന്നു. ഇപ്പം നമസ്കാരം, നോമ്പ് പോലെയുള്ള കർമ്മങ്ങൾക്ക് പുറമെ ഒരുപാട് കർമ്മങ്ങൾ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്തൊരു അവസ്ഥ. സൗദി അറേബ്യയിൽ കുറേ കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ജോലിയുടെ ഇടയിൽ ഒട്ടുമിക്ക ദിവസങ്ങളും രാവിലെ എൻ്റെ ഓഫീസിൽ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. കുറേ മനുഷ്യന്മാർ വരും, അവരുടെ ആവശ്യം അറബിയിൽ ഒരു കത്തുണ്ടാക്കി കൊടുക്കണം. എന്തിനാ കത്തെന്നറിയോ? 4-5 മാസം അവരുടെ കമ്പനികളിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല, കൂലി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കോടതിയിൽ പോയി കേസ് കൊടുത്ത് അവരുടെ ശമ്പളം വാങ്ങാനുള്ളൊരു കത്തുണ്ടാക്കി തരണം എന്നാണ് അവരുടെ ആവശ്യം. നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം അത് കിട്ടാതെ പോകുമ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടാകും സഹോദരങ്ങളെ. അത് പരലോകത്താണെങ്കിലോ നമ്മുടെ ഈ നിസ്കാരം, നമ്മുടെ നോമ്പും, നമ്മുടെ സൽക്കർമ്മങ്ങളും, നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്ത അമലുകളൊന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ എന്തിക്കാൻ അവസ്ഥ? അതുകൊണ്ടാണ് സലഫുകളായ ആളുകൾ വല്ലാതെ പേടിച്ചത്. ഈ ആയത്ത് ഓതുമ്പോൾ അവർക്ക് ഭയമായിരുന്നു. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു എന്നിൽ നിന്ന് ഒരു നമസ്കാരം സ്വീകരിച്ചുവെന്ന ഉറപ്പ് എനിക്ക് ലഭിക്കലാണ് ഈ ദുനിയാവും അതിലെ സകലതും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ? ഈ ദുനിയാവും അതിലുള്ള സകലതും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? അല്ലാഹു എൻ്റെ ഒരു നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാനാണ്. ഇബ്രാഹിം നബിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കഅബ പണിതുയർത്തുമ്പോൾ അതിൽ ഓരോ കല്ലുകൾ വെക്കുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു എന്നിൽ നിന്ന് ഒരു കർമ്മം സ്വീകരിച്ചുവെന്ന് ഞാൻ അറിയലാണ് ഭൂമി നിറയെ സ്വർണം ലഭിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യം എന്താ? ഭൂമി നിറയെ സ്വർണം കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താ? അല്ലാഹു എന്നിൽ നിന്ന് ഒരു കർമ്മം സ്വീകരിച്ചു എന്ന് അറിയലാണെന്നാണ്. അങ്ങനെയാണ് അവർ കർമ്മങ്ങളെ അവർ കണ്ടത്, സൽക്കർമ്മങ്ങളെ അവർ കണ്ടത്. അപ്പം നമ്മളൊക്കെ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അത് സ്വീകരിക്കണം അല്ലാഹു പരലോകത്ത് അത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 2 കാര്യം എന്താ? ഒന്ന്, ഇഖ്ലാസ് ഉണ്ടാകണം. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കർമ്മം ചെയ്യും. എന്തിനാ പള്ളിയിൽ വന്നത്? ആരെയെങ്കിലും ബോധിപ്പിക്കാനാകരുത് സഹോദരങ്ങളെ. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമ്മൾ കർമ്മം ചെയ്യേണ്ടത്, നമ്മൾ നമുക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണം. ഞാനെന്തിനാ ഈ ഖുത്ബ പറയുന്നത്? കുറേ ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് എന്ന പേരെടുക്കാൻ വേണ്ടിയാണ് എങ്കിൽ എന്ത് നേട്ടമുള്ളത്? എന്ത് ഫായിദയാണ്, എന്ത് ഉപകാരമാണ് ഈ സംസാരം കൊണ്ടുള്ളത്? ഈ പള്ളിയിൽ നിങ്ങൾ വന്നിരിക്കുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് എങ്കിൽ അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത് സഹോദരങ്ങളെ? നമ്മുടെ കർമ്മങ്ങൾ ഇഖ്ലാസ് ഉള്ളതാകണം, പടച്ചവന് വേണ്ടിയുള്ളതാകണം, അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മങ്ങളാകണം. മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇഖ്ലാസുള്ള ആളുകളായിരുന്നു അവർ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവർ പറയുന്നുണ്ട്, ഞാൻ 2 റക്അത്ത് രാത്രി നമസ്കാരം അത് നിസ്കരിച്ച ആളുകൾ അറിയുന്നത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അവർ നിസ്കരിക്കുന്ന സമയത്ത് ആളുകൾ അറിയുന്നതിനെ അവർ ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്നാ. നമ്മളൊരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപ നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ, ഒരു കാരുണ്യ പ്രവർത്തനത്തിന് നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ എന്തപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്? എത്രമാത്രം ആഭാസകരമായ പബ്ലിസിറ്റിയാണ് അല്ലേ? എന്തിനാ നമ്മൾ അള്ളാഹിൻ്റെ വജഹ് ഉദ്ദേശിച്ച് കൊടുക്കണം, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കണം. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കാൻ സാധിക്കണം. ആത്മാർത്ഥതയില്ലാത്തവൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ്. അതാണ് റിയാ എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? അതുകൊണ്ട് റിയാ ഇല്ലാതെ ഇഖ്ലാസുള്ള പ്രവർത്തനമാകണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്തോ, നമ്മൾ ചെയ്യുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാകണം. എങ്കിലേ അത് അമലു സ്വാലിഹാത്താകുള്ളൂ. അല്ലെങ്കിൽ അമലു സ്വാലിഹാത്താകില്ല. ഞാൻ പറഞ്ഞല്ലോ, കർണാടകയിലെ ഒരു ഖബറുകൾ കെട്ടിപ്പൊക്കിയതിനെ എന്തിനു നമ്മൾ വിമർശിക്കുന്നു? നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ദുനിയാവിൽ? കുറേ ആളുകൾ ഖബറുകൾ കെട്ടിപ്പൊക്കിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സഹോദരങ്ങളെ. പക്ഷെ പ്രശ്നം എന്താ അറിയോ? അവരുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച കാര്യമില്ല. നബി പറഞ്ഞെന്താ അറിയോ? ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ്റെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ വിരോധിച്ചു എന്ന ഹദീസിലെ പ്രയോഗം നഹാ എന്നാണ്.
നഹി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വിരോധിച്ചു എന്നാ. ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതിനെ, അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതിനെ, അതിന്മേൽ കുമ്മായമിടുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്നാ. ഖബറുകൾ കെട്ടി ഉയർത്തുക എന്നുള്ളത് യഹൂദികളുടെ, ജൂതന്മാരുടെ പണിയാണെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എൻ്റെ വാചകല്ല, ഞാനൊരു ഖുത്ബ പറയാൻ വേണ്ടി കെട്ടിയുണ്ടാക്കുന്ന ഹദീത്ത് അല്ല ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ പഠിപ്പിച്ച ആ പണിയാണ് മുസ്ലിം സമുദായത്തിലെ പല ആളുകളും ചെയ്യുന്നത്. നമുക്കവരോടൊരു വെറുപ്പില്ല, പക്ഷെ അവരറിയുന്നില്ല, സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അത് നബിൻ്റെ മാതൃക അല്ലാത്ത കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമാകട്ടെ അത് നബി എന്തുകൊണ്ടാണ് നമ്മൾ വുദു ചെയ്യുമ്പോൾ 3 തവണ കൈ കഴുകുന്നത്? എന്തേ ഒരു 5 തവണ കഴുകിയാൽ? നമ്മൾ ആരെങ്കിലും 5 തവണ കഴുകുന്നുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ 3 തവണ. എന്തുകൊണ്ടാണ് നബി അങ്ങനെ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. എൻ്റെ സുബഹി നമസ്കാരം 2 റക്അത്ത് നിസ്കരിക്കണത്. സുബഹിക്ക് എഴുന്നേറ്റ് ഈ പള്ളിയിൽ ഒരു സ്വപ്പോളം ആളുകൾ ഈ പള്ളിയിൽ സുബഹിക്ക് വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു 4 മണി സമയത്ത് എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ എന്തേ ഒരു 4 റക്അത്ത് നിസ്കരിക്കാത്തത്? ആ നേരത്തെ എഴുന്നേറ്റ് വരില്ല, നിസ്കാരല്ലേ, നല്ല കാര്യമല്ലേ, എന്താ ചെയ്യാത്ത? നബി പഠിപ്പിച്ചിട്ടില്ല. 4 റക്അത്ത് നിസ്കരിക്കുന്നവൻ മുസ്ലിം അല്ല. എന്തുകൊണ്ടാണ് നബി പഠിപ്പിക്കാത്തവൻ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ പരിശോധിക്കണം. നമ്മൾ ചെയ്യുന്ന, മരിച്ച വീട്ടിൽ ഖുർആൻ, മയ്യത്തിൻ്റെ സമീപത്ത് ഖുർആൻ ഓതാൻ ഒരു തെളിവില്ല, നബി കാണിച്ചു തന്നിട്ടില്ല. ഖബറുകൾ കെട്ടിപ്പൊക്കാൻ തെളിവില്ല, അള്ളാഹു അല്ലാത്തവരുടെ സത്യം ചെയ്യാൻ തെളിവില്ല. എണ്ണി എണ്ണി പറയുകയാണ് എങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പല കർമ്മങ്ങൾക്ക് ഒരു അസുരമില്ല, ഒരു അടിത്തറയില്ല. എന്നാ മാലി മൗലൂദ് ഉണ്ടായത് നബിൻ്റെ കാലത്ത്, സ്വഹാബികളുടെ കാലത്ത് അവർക്കൊന്നും പരിചയമല്ല. എന്നാൽ നാരിയ സ്വലാത്ത് ഉണ്ടായത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്, കാലങ്ങളേറെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർമ്മങ്ങൾ നമ്മൾ പരിശോധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതാണ് എങ്കിൽ നെഞ്ചോട് ചേർത്ത് വെക്കുക, നെഞ്ചോട് ചേർത്ത് വെക്കുക. നബി പഠിപ്പിക്കാത്തതാണ് എങ്കിൽ അത് മാറ്റിവെക്കുക. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും കൂട്ടാനില്ല, എല്ലാം പറഞ്ഞു. എന്ത് ദിക്ർ ചെല്ലണം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തുള്ള ദുആ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? പഠിപ്പിക്കാതെ പോയിക്കണോ? ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഏത് കാല് വെക്കണം നബി പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയാ പറഞ്ഞു തരാതെ പോയത്? എന്തെങ്കിലും ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോയ ഒന്നുമില്ല സഹോദരങ്ങളെ. സമ്പൂർണ്ണമാണ് നമ്മുടെ മതം, എല്ലാം നബി പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നബി പഠിപ്പിച്ചത് ചെയ്യുക, നബി പഠിപ്പിക്കാത്തതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അല്ല എങ്കിൽ നമ്മൾ പരാജിതരായിക്കൊണ്ട് മാറും. ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളെ നബി നാളെ പരലോകത്ത് ആട്ടിയോടിക്കുമെന്നാണ്. ആ ആട്ടിയോടിക്കുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ദീന് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ വിജയികളുടെ മറ്റൊരു ഗുണത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അല്ലാഹു അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين.